ഹായ് ഫ്രണ്ട്സ്, ഷാലു പാലക്കാട് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ആദ്യം തന്നെ നമ്മളുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്ത് കൂട്ടുകൂടണേ. പിന്നെ ഇതിപ്പോൾ എൻ്റെ സൗണ്ട് ഇങ്ങനെ ആയിപ്പോയി. വേറെ നല്ല ജലദോഷവും ചുമയൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ്. വേറെ ഒന്നുമല്ല, നമ്മുടെ അനുജൻ്റെ ഒരു സേവ് ദ ഡേറ്റ് വീഡിയോ ആണ്. 19/6/2025, അതായത് ഇന്നലെ ആയിരുന്നു ഇവിടെ വിവാഹം നടന്നിരുന്നത്. അപ്പോൾ ഞങ്ങളുടെ മണ്ഡപത്തിലേക്ക് പോയതാണ്. ഞങ്ങളൊരു 11:30 പോകുമ്പോൾ മണ്ഡപം കാലിയായി കിടക്കുകയാണ് കേട്ടോ. ആരുമില്ല അവിടെ. കുറച്ച് അമ്മാമ്മമാരും കുറച്ച് ചേച്ചിമാരൊക്കെ അവിടെ ഉണ്ടായിരുന്നു. മേലേക്കുള്ള വഴിയാണിത് കേട്ടോ. ഞങ്ങൾ മേലെ പോയി നോക്കുമ്പോൾ അത് ആദ്യമായിട്ടാണ് ഞങ്ങൾ ഈ മണ്ഡപത്തിലേക്ക് പുനരുദ്ധീകരണമൊക്കെ ചെയ്ത്, പഴയ മണ്ഡപമായിരുന്നു, റീവർക്കൊക്കെ ചെയ്ത് നല്ല സെറ്റപ്പൊക്കെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും മേലെ പോയി നോക്കാം. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ കല്യാണത്തിന് വരുന്നത്. നമ്മുടെ പോത്തമ്പാടം കമ്മ്യൂണിറ്റി ഹാളിലാണേ. അപ്പോൾ മേലെ പോയി നോക്കുമ്പോൾ ഞങ്ങൾ മാത്രമല്ല, ഒത്തിരി നേരത്തെ വന്ന് പോസ്റ്റ് ചെയ്തിരിക്കുന്ന കുറച്ച് പേര് കൂടി ഞങ്ങളിവിടെ കണ്ടോ. അപ്പോൾ ഞങ്ങൾ ഒരു മീഡിയയുടെ സൈസിൽ സീറ്റിലാണ് വന്നിരുന്നത് കേട്ടോ. അതായത് ഒരുപാട് മുന്നിൽ പോയാലും പുറകിലായാലും വേണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇറങ്ങാൻ ഭാഗത്തിൽ നിന്ന്, പുറത്തേക്ക് ഇറങ്ങാൻ വഴിയുള്ള ഭാഗത്തിൽ വന്നിരുന്നു. താഴ്ചമൊക്കെ നനഞ്ഞ് ഇരിക്കുകയാണ്. ഞങ്ങൾ വരുമ്പോൾ മഴപ്പാറ്റിലുണ്ടായിരുന്നു. നമ്മുടെ കുയിൽ എന്ത് ചെയ്യുമെന്ന് അറിയാതെ കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. കുയിലിൽ നേരം പോകാൻ ഇപ്പോൾ ആരുമില്ല. അശ്വിന് സ്കൂളിലേക്ക് അയക്കുന്നു. ഫ്രൈഡേ ആണ്. മണ്ഡപമൊക്കെ നല്ല ഭംഗിയിൽ തന്നെ ഫ്ലവേഴ്സൊക്കെ കൊണ്ട് ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് കണ്ടത് തന്നെ ഇഷ്ടമായി. കണ്ടു, നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പെണ്ണ് കുറച്ച് നേരം അവിടെ വന്ന് ഇരുന്നിട്ടുണ്ടായിരുന്നു. ഇവർ പള്ളിയിൽ താലികെട്ടൊക്കെ കഴിഞ്ഞിട്ടാണ് തോന്നുന്നു വന്നത്. നമ്മൾ നേരത്തെ വന്നിരിക്കുകയായിരുന്നു. എന്നിട്ട് അരമണിക്കൂറോളം ആയി. അതിന് ശേഷം നല്ല ദഫുമുട്ടും പാട്ടും നല്ല ഇൻട്രസ്റ്റിംഗ് ആയി, നല്ല കാണാനും നല്ല രസമുണ്ടായിരുന്നു. അവിടെ സ്റ്റേജിൽ നിന്നുള്ള പെർഫോമൻസൊക്കെ ഇത് പെണ്ണ് വരുന്നതിന് മുന്നുള്ളൊരു സോങ്ങാണ് കേട്ടോ, ദഫുമുട്ടും സോങ് അവരുടെ. ഇതിന് ശേഷം നമ്മൾ ചെറുക്കൻ വന്ന കാറ് വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് ഫോട്ടോസ് കിട്ടുള്ള കാരണം നമ്മൾ മേലെ ആയിരുന്നു. പിന്നെ ഇതാ ചെറുക്കനെ ആളേനെ ആലിംഗനം ചെയ്ത് അകത്തേക്ക് ക്ഷണിക്കുകയാണ്. അതിന് ശേഷം നമ്മുടെ അളയിന് മോതിരിടുന്ന ചടങ്ങാണ് കേട്ടോ. അത് കഴിഞ്ഞ് ചെറുക്കൻ്റെ ഫ്രണ്ട്സ്, അവിടെ ഫ്രണ്ട്സിനോടൊപ്പം അളയിനോടൊപ്പം സ്റ്റേജിലേക്ക് നടന്ന് നീങ്ങാൻ വരികയാണ്. പക്ഷെ അവിടെ സ്റ്റോപ്പായി. വേറൊന്നുമല്ല, ചെറുക്കനെ കൊണ്ടുപോകുന്നതിന് മുന്നിലായിട്ട് കുറച്ച് ഡാൻസും, ഇപ്പോൾ ഡാൻസ് കളിച്ച ടീം തന്നെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നല്ല സൂഫി സ്റ്റൈലിൽ നല്ല ഡാൻസ് ഉണ്ടായിരുന്നു. അത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. നല്ല രസമുള്ളൊരു പാട്ടും അതിനൊത്ത് ചുവട് വയ്ക്കുന്നവർ നോക്കിയിരിക്കാൻ നല്ല രസമായിരുന്നു കേട്ടോ. അളയൻ മാത്രമല്ല, ചെറുക്കൻ്റെ കൂട്ടുകാരന് നല്ല ബെസ്റ്റ് ഫ്രണ്ട് കൂടിയാണ് കേട്ടോ, പെണ്ണിൻ്റെ ഞങ്ങൾ. അതുകൊണ്ട് തന്നെ അവർ തമ്മിൽ എന്തൊക്കെയോ സ്വകാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ വളരെ എൻജോയ് ചെയ്തൊക്കെ നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു. കൂടൊപ്പം അടിപൊളിയായിട്ടൊരു ഡാൻസും നല്ല രസമുണ്ടായിരുന്നു. ആ ഒരു ഫ്രോക്കുമാരുള്ള ഡ്രസ്സും, നമുക്ക് അതിൻ്റെ പേര് കറക്റ്റ് അറിയില്ല, പക്ഷെ നല്ല രസമുണ്ടായിരുന്നു കണ്ടിരിക്കാൻ. അങ്ങനെ ചെറുക്കൻ്റെ കൈ പിടിച്ച് സ്റ്റേജിലേക്ക് കൊണ്ടുപോയി കേട്ടോ. എന്നിട്ട് ചെറുക്കനെ അവിടെ ഇരുത്തിയിട്ട് നാളെ നിശ്ചയിക്കാനുള്ള പ്ലാനിങ് ചെയ്തു. അടുത്തത് പെണ്ണിൻ്റെ അനിയത്തിയും കൂട്ടുകാരൊക്കെ കൂടി വന്ന് ദ ഫ്ലവേഴ്സിൻ്റെ ഒരു പെണ്ണിനെ അതിൻ്റെ ഉള്ളിൽ നിർത്തിയിട്ട് കൊണ്ടുപോകാനുള്ള ഒരു ഫ്ലവറിൻ്റെ നല്ല രസമുണ്ടായിരുന്നു അത് ചെയ്തിട്ടുണ്ടായിരുന്നത് കാണാൻ. നമ്മൾ സിനിമയിലൊക്കെ ആയിരുന്നു ഇതുപോലെ കണ്ടിട്ടാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കല്യാണത്തിന് പോകുന്നത് കേട്ടോ. നമ്മുടെ ചുറ്റുപാടുള്ള വീടും വേലി കെട്ടിയൊക്കെ കല്യാണത്തിനൊക്കെ അങ്ങനെയല്ലേ പോയിട്ടുള്ളത്. ഇതിപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഡാൻസും പാട്ടൊക്കെ ആയിട്ടൊരു കല്യാണത്തിന് കൂടുന്നുണ്ട് കേട്ടോ. പെണ്ണിന് ഇതിൻ്റെ ഉള്ളിൽ നിർത്തിയിട്ട് കൊണ്ടുപോകാൻ നടന്ന് ഡാൻസൊക്കെ ആയിട്ട് നടത്തി സ്റ്റേജിലേക്ക് കയറ്റാനുള്ള പ്ലാനാന്ന് തോന്നുന്നു. എന്തായാലും ഫോട്ടോഗ്രാഫർ ചേട്ടൻ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്.
ഫോട്ടോ എടുത്ത് കഴിഞ്ഞ ശേഷം കൊണ്ടുപോകാനെന്ന് തോന്നുന്നു. ഇതേ സമയം പുറത്ത് നല്ല മഴയാണ് കേട്ടോ. പിന്നെ ഇവരെ സ്റ്റേജിൽ കെട്ടുന്നതിൻ്റെ ഇവരുടെ പ്രത്യേകത, മുസ്ലിംസിൻ്റെ കല്യാണത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല കേട്ടോ. ഇവിടെ കെട്ടുകൂടി കഴിഞ്ഞിട്ടുണ്ടാവില്ല, പക്ഷേ താഴെ പന്തിയിൽ ചോറ് കൊടുത്ത് തുടങ്ങി കഴിഞ്ഞിട്ടോ. ഒരു പന്തി കഴിഞ്ഞ് 2 പന്തി കഴിഞ്ഞു എന്നാണ് അറിഞ്ഞത്. നമ്മുടെ കുയിൽ നല്ല വിശന്ന കരച്ചിലാണ്. അപ്പോൾ നമ്മൾ പെണ്ണിനും ചെറുക്കനെയൊക്കെ നേരിട്ട് നന്നായി ഒന്ന് കണ്ട്, നല്ല മൊഞ്ചത്തി കുട്ടിയാണ് കേട്ടോ കാണേ. അപ്പോൾ ഒന്ന് കണ്ടിട്ട് അവരുടെ ജോഡിയൊക്കെ ഒന്ന് കണ്ട് ഫോട്ടോസൊക്കെ എടുക്കുന്ന നോക്കിയിട്ട് പോകാമല്ലോ എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ ഇവർ ഡാൻസിന് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ഡാൻസേഴ്സൊക്കെ ഇതാ കളിച്ചൊക്കെ കഴിഞ്ഞ് അവർ സ്റ്റേജിലേക്ക് കയറി പെണ്ണിനെയും കൊണ്ട് ഇവർ നടന്നു തന്നെയാണ് കേട്ടോ, പെണ്ണിൻ്റെ തോഴിമാർ. എന്തായാലും പൊളി വൈബാണ്. ഞങ്ങൾ ഇതൊക്കെ കണ്ട് ആസ്വദിച്ചൊരു സൈഡിൽ ഇരിക്കുകയായിരുന്നു കേട്ടോ. എന്തായാലും ലൈഫിലോ ഹാപ്പി ആയിരിക്കട്ടെ അനുഭവിക്കാൻ. അങ്ങനെ സ്റ്റേജിൽ നിന്നും ഡാൻസും പെണ്ണും ചെറുക്കനൊക്കെ, പെണ്ണ് സ്റ്റേജിൻ്റെ അടുത്ത് എത്താനായി. ഒന്നുമില്ല, പെണ്ണിനെ കൈ പിടിച്ച് കയറ്റാൻ പറയുന്ന ചെറുക്കനോട് കേട്ടോ. നമ്മൾ കുറച്ച് ദൂരം ഇരിക്കുന്ന കാരണം നമുക്ക് സൂമിങ് കിട്ടുന്നില്ല. അത് തന്നെ ചെറുക്കൻ പെണ്ണിൻ്റെ കൈ പിടിച്ച് സ്റ്റേജിലേക്ക് കയറ്റിയിട്ടാണ്. ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ ശ്രദ്ധ വേറെ ഭാഗത്തേക്കാണ്. വേറെ ഒന്നുമല്ല, തലേന്നത്തെ മൈലാഞ്ചിക്ക് ഞങ്ങൾക്ക് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ മൈലാഞ്ചി വയ്ക്കുന്ന സമയത്തുള്ള വീഡിയോസൊക്കെ അവിടെ ടി വിയിലിട്ട് കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ താലി കെട്ടൊക്കെ മാല ചാർത്തലൊക്കെ കഴിഞ്ഞു കേട്ടോ. നമുക്ക് ഫോട്ടോസ് മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നു, ലൈവായിട്ട് ഫോക്കസ് ഉണ്ടായിരുന്നില്ലാത്തതുകൊണ്ട്. എന്തായാലും പെണ്ണും ചെറുക്കനും അവരുടെ ടീംസാണ് കേട്ടോ. അങ്ങനെ ഇത് കഴിഞ്ഞ് ഞങ്ങൾ വേഗം തന്നെ താഴെ വന്ന് വേറെ ഒന്നുമല്ല ഫുഡ് കഴിക്കാനുള്ള അടിപൊളി ചിക്കൻ ബിരിയാണിയായിരുന്നു. നല്ല ടേസ്റ്റി അടിപൊളിയായ ചിക്കൻ ബിരിയാണി. ഞങ്ങൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ പുറത്ത് കുറച്ച് നേരം വെയിറ്റ് ചെയ്തു കേട്ടോ. ഞങ്ങൾ കുറച്ച് നേരമൊക്കെ ഇരുന്നു, ബന്ധുമിയൊക്കെ ചെയ്തു. പിന്നെ അടുത്ത മഴ വരുന്ന പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് വണ്ടിയൊന്നും ഇല്ലാത്ത കാരണം നടന്നാണ് വരുന്നത്, വഴി നടന്നു വരാമെന്ന് വിചാരിച്ച് ഞങ്ങൾ പതുക്കെ പുറത്തിറങ്ങി കേട്ടോ. ഞങ്ങൾ മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ, ബാക്കിയുള്ളവരൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് ഫോട്ടോസ് എടുക്കാനും ഭക്ഷണം കഴിക്കാനും വെയിറ്റ് ചെയ്യുന്നുണ്ട്. നല്ല തിരക്കാണ്. ചെറുക്കൻ്റെയും പെണ്ണിൻ്റെയും ചേർന്നിട്ടുള്ള ഫങ്ഷനാണ് കേട്ടോ, അതുകൊണ്ടായിരിക്കും തോന്നുന്നു. 2 വഴിക്കായിരുന്നുള്ള ആളുണ്ടാവും. ഞാനും അച്ഛമ്മ, രാധി ചേച്ചി, കുയിലൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും പൂമ്പ അച്ഛമ്മയുടെ കയ്യിലായിരുന്നു കുയിൽ, സെറ്റായിട്ടായിരുന്നു. അങ്ങനെ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ കണ്ടൊരു കാഴ്ചയാണ്, നമ്മുടെ റോഡ് സൈഡിൽ നിൽക്കുമ്പോൾ നമ്മുടെ മലയിലൂടെ വെള്ളം ചേർന്ന് കാണാൻ നല്ല മനോഹരമായൊരു കാഴ്ചയായിരുന്നു. അതിൽ നിന്നൊരു വീഡിയോസൊക്കെ എടുത്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായവർ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ ഓടിക്കോ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ഷാലു പാലക്കാട്, ടാറ്റ, ബൈ. പിന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ.